നമസ്കാരം. കുമാറെ, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് നമ്മുടെ രാജ്യ തലസ്ഥാനം. അതെ, 2.5 പതിറ്റാണ്ടായി BJPയെ കൈവിട്ട ഒരു സംസ്ഥാനം കൂടിയാണ് ദില്ലി. നമുക്കറിയാം, രാജ്യത്ത് പല ഭാഗത്തും മറ്റ് പല ഭാഗങ്ങളിലും BJPക്ക് അപ്രാപ്യം എന്ന് കരുതിയിരുന്ന പല ഭാഗങ്ങളിലും BJP ഭരണത്തിലേക്ക് എത്തിയപ്പോഴും ഈ ദില്ലി എന്ന് പറയുന്നത്, രാജ്യ തലസ്ഥാനം എന്ന് പറയുന്നത് BJPക്ക് ഒരു കീറാമുട്ടിയായി തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത്. പലവിധമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായി വലിയ പ്രതീക്ഷയോടെയാണ് BJP എന്ത് വന്നാലും ദില്ലി പിടിച്ചെടുക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ BJPയുടെ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു പുതിയ നീക്കത്തെക്കുറിച്ച്? എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1998 ശേഷം BJPക്ക് അധികാരം പിടിക്കാൻ കഴിയാത്ത ഏക ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ് ദില്ലി. അതായത് BJPക്ക് യാതൊരുവിധ രാഷ്ട്രീയ അടിത്തറയും ഇല്ലാതിരുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോലും അധികാരം നേടിയിട്ടും 2014 ശേഷം ഒരു പുതിയ BJPയാണ് നമ്മൾ കാണുന്നത്. ആ പുതിയ BJPക്ക് പോലും ഇടം നൽകാത്ത ഒരു സംസ്ഥാനമാണ് ഈ നമ്മൾ പൊതുവെ പറയാറുള്ള മോദി എഫക്റ്റ്, മോദി പ്രഭാവം. അതുപോലും വെളിച്ചം വീശാത്ത ഒരു സ്ഥലമായി മാറി ദില്ലി. മോദി പ്രഭാവം എത്തിപ്പെടാത്ത ഒരു സംസ്ഥാനമായിരുന്നു ദില്ലി. പക്ഷേ നമുക്കത് അങ്ങനെ 100% പറയാൻ കഴിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വിജയം നേടുമെങ്കിലും 2014 ശേഷം ഇങ്ങോട്ട് നടന്ന എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുഴുവൻ സീറ്റുകളും BJPക്കാണ് എന്നുള്ളതാണ്. ദില്ലിയിൽ നിന്നുള്ള മുഴുവൻ സീറ്റുകളും അവിടുത്തെ ഒരു രാഷ്ട്രീയമായ പ്രത്യേകതയാണ്. അതുകൊണ്ട് അവിടെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കുള്ള ഏക ആത്മവിശ്വാസം. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചിട്ടും BJPയിൽ നിന്ന് ഒരു സീറ്റ് പോലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. മുഴുവൻ സീറ്റുകളിലും BJP വിജയിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് ചരിത്രം ചൂണ്ടിക്കാട്ടിയാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് നിയമസഭയിൽ ഞങ്ങൾക്ക് തന്നെ ആയിരിക്കും ഭൂരിപക്ഷമെന്ന്. സത്യത്തിൽ 2014 ദില്ലിയിലെ തെരഞ്ഞെടുപ്പിലാണ് ഈ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും ആം ആദ്മി പാർട്ടി ഭരണം തട്ടിപ്പറിച്ചത്. പക്ഷേ ആ സമയത്ത് ആം ആദ്മി പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി ചേർന്ന് അവിടെ ഭരിക്കേണ്ടി വന്നു. പക്ഷേ അങ്ങനെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും, ആം ആദ്മി പാർട്ടി നമുക്കറിയാം കോൺഗ്രസിൻ്റെ അഴിമതിയെ എതിർത്ത് രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന ഒരു സംഘടനയാണ്. UPA സർക്കാർ അതിനേക്കാളും വലിയ അഴിമതി പാർട്ടിയായി മാറി. അതെ, അത് അതിൻ്റെ ഒരു പിന്നീടുള്ള ചരിത്രമാണ്. പക്ഷേ 2004 മുതൽ 2014 വരെ 10 വർഷം അധികാരത്തിലിരുന്ന UPA സർക്കാരിൻ്റെ അഴിമതികൾക്കെതിരെ വലിയ പോരാട്ടം നടത്തുകയും ഒരു സിവിക് ബോഡിയായി നിന്ന് പോരാട്ടം നടത്തുകയും പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായി മാറുകയും ചെയ്തത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിത്തിൻ്റെ ഏറ്റവും ഈ പറഞ്ഞതുപോലുള്ള അഴിമതി പുറത്തു കൊണ്ടുവരികയും അതിലൂടെ നുഴഞ്ഞു കയറുകയും അധികാരത്തിലേക്ക് നുഴഞ്ഞു കയറുകയും ചെയ്ത ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതെ, ആ ആം ആദ്മി പാർട്ടിയാണ് പിന്നീട് 2015 അവർ വീണ്ടും അധികാരത്തിൽ എത്തി. പക്ഷെ അത് വലിയ വിജയമായിരുന്നു. 70 സീറ്റുകളുള്ള നിയമസഭയിൽ 67 സീറ്റും അന്ന് നേടിയത് ആം ആദ്മി പാർട്ടിയായിരുന്നു. 3 സീറ്റുകൾ മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. 2020 തെരഞ്ഞെടുപ്പായപ്പോൾ ആ 67 സീറ്റിൽ നിന്നും ആം ആദ്മി പാർട്ടിക്ക് വലിയ നഷ്ടമുണ്ടായില്ല. 62 സീറ്റായി കുറഞ്ഞു. BJPക്ക് 8 സീറ്റായി കൂടി. ഈ 2 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് 0 ദില്ലി നിയമസഭയിൽ കിട്ടിയത് എന്ന് നമുക്കറിയാം. അവിടെ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഇടയ്ക്കുള്ള സംഭവ വികാസങ്ങളില്ല എങ്കിൽ തീർച്ചയായും ഗ്രൗണ്ട് ആം ആദ്മി പാർട്ടിക്ക് തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അഴിമതിക്കും മദ്യത്തിനും എതിരെ സംസാരിച്ച് അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മദ്യനയ അഴിമതി കേസിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 100 കണക്കിന് കോടി രൂപയാണ് കൈക്കൂലി ഈ പാർട്ടിയിലെ മുൻനിര നേതാക്കൾ വാങ്ങിയത്. അതായത് ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായ അരവിന്ദ് കെജ്രിവാൾ, രണ്ടാമനായിട്ടുള്ള മനീഷ് സിസോദിയ, മറ്റ് ചില MP-മാർ, ഇവരുടെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ചില മധ്യരാജാക്കന്മാർ, ഇവരെല്ലാം തന്നെ ഈ കേസിൽ കുടുങ്ങുകയും ജയിൽ ശിക്ഷ, മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ ഒരാൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട ഇതും വന്നു. അതെ, ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പദം രാജിവെക്കാതെ തന്നെ ജയിലിൽ കിടക്കുന്നു. പിന്നീട് പുറത്തിറങ്ങിയതിന് ശേഷമാണ് രാജിവെക്കുന്നത്. അതിഷി മർലേനയ്ക്ക് ഭരണം നൽകിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്ന ഒരു രീതി ഉണ്ടായി. പക്ഷേ 2015 2020 ഉള്ള ജനപ്രീതി ആം ആദ്മി പാർട്ടിക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. ഇവരുടെ ബഹുജന വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല,
മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ അന്ന് ആദ്യകാലത്തുണ്ടായിരുന്ന പല നേതാക്കളും പാർട്ടി വിട്ടു പോവുകയും ചെയ്തു. അല്ലേ, അവരിൽ പലരും BJP-യിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഇതാണ് BJP-ക്ക് ആത്മവിശ്വാസം നൽകുന്നത്. ഈ ഒരു അവസരത്തിലൂടെ, ഇത് വളരെ ചെറിയൊരു അവസരമാണ്, ഈ അവസരത്തെ മുതലെടുത്തുകൊണ്ട് ഭരണത്തിൽ വരാനാണ് BJP ശ്രമിക്കുന്നത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളിലും BJP വിജയിക്കുന്നു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ 50-ലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്തായിരുന്നു. ആ നിയമസഭാ മണ്ഡലങ്ങൾ നിലനിർത്തി ഭരണം പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ BJP-ക്കുള്ളത്. ഒരു പരിധിവരെ രാഷ്ട്രീയ വിദഗ്ധരെല്ലാം ഏതാണ്ട് 50-നോടടുത്ത സീറ്റുകൾ BJP-ക്ക് ലഭിക്കും എന്ന് പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ആം ആദ്മി പാർട്ടി വീക്ക് ആയതുകൊണ്ട് മാത്രമാണ്. ഏറ്റവും ഒടുവിലായി ആം ആദ്മി പാർട്ടി കൈവയ്ക്കുന്നതെല്ലാം പൊള്ളുകയാണ്. അതായത് ചില വ്യാജ സ്കീമുകൾ കൊണ്ടുവരുന്നു. ദില്ലിയിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് 2500 രൂപ വീതം മാസം ധനസഹായം നൽകുന്ന ഒരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതിയിലേക്ക് നിങ്ങളെല്ലാം വന്ന് രജിസ്റ്റർ ചെയ്യണമെന്നും അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെടുന്നു. അതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പ് തന്നെ പറയുന്നു അങ്ങനെ ഒരു പദ്ധതി നിലവിലില്ല എന്ന്. അപ്പോൾ ഒരു നിലവിലില്ലാത്ത ഒരു വ്യാജ പദ്ധതിയുടെ പേരിൽ വോട്ട് നേടാൻ വേണ്ടിയിട്ട് അരവിന്ദ് കെജ്രിവാൾ നാടകം കളിക്കുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അതിനുശേഷം ഗുരുദ്വാരകളിലെയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെയും പുരോഹിതന്മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന ഒരു വാഗ്ദാനം നൽകുന്നു. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ബസ് യാത്ര സൗജന്യമാക്കുമെന്നും മെട്രോകളിൽ 50% ഇളവ് നൽകുമെന്നുമൊക്കെ ഇന്നലെ പ്രഖ്യാപിക്കുന്നു. ഈ ഇളവുകളും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അടവുകളും ഒന്നും ജനങ്ങളിൽ അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. കാരണം ഈ ഭരണ സംവിധാനത്തിന് അല്ലെങ്കിൽ ഈ പാർട്ടി സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന അരവിന്ദ് കെജ്രിവാൾ 100 കോടി രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ പ്രതിയാണ്. ഈ പ്രതിയായ അരവിന്ദ് കെജ്രിവാൾ, ജാമ്യത്തിൽ നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളാണ് ദില്ലിയിലെ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ദില്ലിയിലെ ജനങ്ങളുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ നമുക്കറിയാം. കേന്ദ്ര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മോദിക്കൊപ്പവും സംസ്ഥാന ഭരണം വരുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം അവർ നിൽക്കുകയാണ്. അതായത് ഒരു പെർമനൻ്റ് പൊളിറ്റിക്കൽ പാറ്റേൺ അവിടെ ഇല്ല. അവിടെ വികസനം ആര് നൽകുന്നുവോ അല്ലെങ്കിൽ അവിടെ അഴിമതി വിരുദ്ധ ഭരണം ആര് കാഴ്ചവെക്കുന്നുവോ അവർക്ക് വോട്ട് എന്നുള്ളതാണ് ദില്ലി. അവിടെയാണ് കുമാർ ഇത് ചലഞ്ചിങ് ആവുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു 2.5 പതിറ്റാണ്ടായിട്ട് BJP ചിത്രത്തിലേ ഇല്ല. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനുകളിലെ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും BJP വളരെയധികം താഴെയാണ്. കാര്യം ആം ആദ്മി പാർട്ടിയുമായി തട്ടിച്ച് നോക്കുമ്പോൾ വളരെ അതിൻ്റെ അടുത്ത് പോലും എത്താത്ത രീതിയിലാണ്. അവിടെയാണ് ഇപ്രാവശ്യം BJP ശക്തമായി തിരിച്ചു വരുമെന്ന് പറയുന്നത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത് BJP സീറ്റ് പിടിക്കുമെന്ന്? 2 കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം വെച്ച് നോക്കിയാൽ സംസ്ഥാനത്ത് 50-ലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP മുന്നിലാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പെർഫോം ചെയ്യുന്നത് പോലെ ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ പെർഫോം ചെയ്യാൻ കഴിയില്ല എന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് കാരണം ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കന്മാരുടെ അഴിമതി ആരോപണങ്ങളാണ്. വെറും അഴിമതി ആരോപണങ്ങളല്ല. അദ്ദേഹം ദീർഘകാലം ജയിലിൽ കിടന്ന് പിന്നീട് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് ജാമ്യമെടുത്ത് പുറത്തു വന്ന് നിൽക്കുന്ന ഒരാളാണ്. ഗൗരവകരമായ ഒരു കേസിൻ്റെ മേലിലാണ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയമായ, ഇപ്പോൾ നേരത്തെ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം 1-2 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കേസല്ല, ഒരു ഫ്രെയിം ചെയ്യപ്പെട്ട കേസിലൊന്നുമല്ല. തീർച്ചയായും ഒരു വലിയ അഴിമതി കേസിൽ ഇവർ ഉൾപ്പെട്ടിരിക്കുന്നു. ആ അഴിമതി കേസിൽ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അവർ പ്രാഥമികമായി അറസ്റ്റിലായി. ഇനിയിപ്പോൾ വിചാരണ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു നേതാവിനെയും പാർട്ടിയിലെയും ഏത് സംസ്ഥാനത്തെ ജനങ്ങൾ പരീക്ഷിച്ചാലും, ഇപ്പോൾ ജാർഖണ്ഡിലും മറ്റുമൊക്കെ അഴിമതി ആരോപണം ഉണ്ടായിട്ടും അവിടെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെയൊക്കെ വിശ്വാസം. അതാണ് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഇതേ കണക്ക് ജയിലിൽ കിടന്ന് അവിടെ നിന്ന് ജാമ്യത്തിലിറങ്ങിയാണ് മത്സരിച്ചത്. അദ്ദേഹം വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടെ അവിടെ ഭരണ തുടർച്ച നേടി. ജാർഖണ്ഡ് അല്ല ദില്ലി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രീതിയിൽ ചിന്തിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു പരിധിവരെ പൊളിറ്റിസൈസ് ചെയ്യപ്പെടാത്ത ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അഴിമതി ആരോപണത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന പാർട്ടിക്ക് ഇനിയൊരു അവസരം ദില്ലിയിലെ വോട്ടർമാർ നൽകുമോ എന്നൊരു സംശയം. അപ്പോഴും ദില്ലിയിലെ വോട്ടർമാർക്കുള്ള മറ്റൊരു ചോയ്സ് കോൺഗ്രസ് എന്നുള്ളതാണ്. BJP ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിനും അവകാശവാദം ഉന്നയിക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാര്യം ഈ ആം ആദ്മി പാർട്ടി ഇത്രയും ഡൗണായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഈ ഒരു അവസരത്തെ എങ്ങനെയായിരിക്കും പ്രയോജനപ്പെടുത്തുക? തീർച്ചയായും കോൺഗ്രസിൻ്റെ വോട്ട്
കാർന്നു തന്നുകൊണ്ടാണ് പഞ്ചാബിലും ദില്ലിയിലുമൊക്കെ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ എത്തിയിട്ടുള്ളത്. ഒരു പരിധിവരെ കോൺഗ്രസ് ഇത്രമാത്രം ഇടിഞ്ഞു തകരുന്നത് കൊണ്ടാണ് ബി ജെ പിക്ക് ആം ആദ്മി പാർട്ടിയോട് മുട്ടി നിൽക്കാൻ പറ്റാത്തതും. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ 0 എന്ന സംഖ്യയിൽ നിന്ന് മാറി ഒരു ഭേദപ്പെട്ട ഒരു നിലയിലേക്ക് കോൺഗ്രസ് വന്നേക്കാം. ഒരു പക്ഷേ ഒരു 7-8 സീറ്റിലേക്കൊക്കെ കോൺഗ്രസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനപ്പുറം പോകാനുള്ള സംഘടനാ ബലം ഇപ്പോൾ ദില്ലിയിൽ കോൺഗ്രസിനില്ല. അവിടെ നേതാക്കന്മാർ കൊഴിഞ്ഞു പോയിരിക്കുന്നു. അവർ ബി ജെ പിയിലേക്കും ആം ആദ്മി പാർട്ടിയിലേക്കുമായി പോയിരിക്കുന്നു. കോൺഗ്രസ്സിന് അവിടെ സ്ഥായിയായ ഒരു പൊളിറ്റിക്കൽ ലോസ് സംഭവിച്ചിരിക്കുന്നു. അത് വീണ്ടെടുക്കാനുള്ള സംഘടനാ സംവിധാനം ദില്ലിയിൽ കോൺഗ്രസ്സിനില്ല. പക്ഷേ നേരെ മറിച്ച് ബി ജെ പിക്കാണെങ്കിൽ അവർക്കൊരു നേതാവിനെ സംസ്ഥാനത്ത് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ കൂടി വ്യക്തമായ ഒരു സംഘടനാ സംവിധാനമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ദില്ലിയിലെ തിരഞ്ഞെടുപ്പ് മോണിറ്റർ ചെയ്യുകയാണ്. മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിനെ പോലും തോൽപ്പിച്ച് അധികാരത്തിൽ വരും എന്നാണ്. അരവിന്ദ് കെജ്രിവാളിനെതിരെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൻഡിഡേറ്റിനെയാണ്, ഒരു പക്ഷേ വിജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെടുന്ന ഒരു നേതാവിനെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തെ എതിരിടാനായി ബി ജെ പി നിർത്തിയിരിക്കുന്നത്. ഇത് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേൺ അത് ആവർത്തിക്കാനായിരിക്കും ബി ജെ പി ശ്രമിക്കുക. എന്തായാലും ഈ ഇലക്ഷൻ്റെ 1ാം ഘട്ടം പ്രചരണം അവിടെ ഏതാണ്ട് പൂർത്തിയാവുകയാണ്. അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ സമൂഹ മാധ്യമങ്ങളടക്കം രാഷ്ട്രീയ നിരീക്ഷകരടക്കം ബി ജെ പിക്ക് ഒരു മുൻതൂക്കം ഇപ്പോൾ കൽപ്പിച്ച് നൽകുന്നുണ്ട്. കാര്യം സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ പറഞ്ഞ കുറേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അവിടുത്തെ മണ്ഡലത്തിൻ്റെ അവസ്ഥകൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ബി ജെ പി ഇക്കുറി ദില്ലി പിടിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത്. ഇത് 100% അല്ല എങ്കിൽ കൂടി ഇനിയും ഈ ഇലക്ഷനോട് അടുക്കുന്ന സമയങ്ങളിൽ പോളുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ ശേഷം മാത്രമേ ഇതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ രാജ്യ തലസ്ഥാനം ഇന്ദ്രപ്രസ്ഥം അല്ലേ, മഹാഭാരത തേരോട്ടം നടന്ന സ്ഥലമാണ് അല്ലേ? അതെ. അപ്പോൾ ആ ഭൂമിയിൽ ബി ജെ പിയുടെ കൈകളിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സൂചനകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമസ്കാരം. പവേഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.